കൃഷ്ണ രാധേശ്യാം. അമ്മേ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ അനിയൻ കോയമ്പത്തൂരിൽ അവന് വായിൽ ക്യാൻസർ വന്നിട്ട് കുറേ കഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ റേഡിയേഷനൊക്കെ ചെയ്യണു, ഒന്നും കഴിക്കാൻ പറ്റാണ്ട് ഭയങ്കര കഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ ഇങ്ങനെ ഒരു ഇതിൽ പറഞ്ഞാണ് ഇങ്ങനെ എന്താ പറയുക, ഗുരുവായൂരിൽ പോയിട്ട് ആടിയ എണ്ണയും ചന്ദനവും ഒക്കെ ഇതാക്കിയിട്ട് ഒക്കെ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞാണ്. അതുപോലെ ഗുരുവായൂരിലൊക്കെ പോയി ആടിയ എണ്ണയൊക്കെ വാങ്ങി അവന് കൊടുത്ത് ഒക്കെ ആയി. ഇപ്പോൾ അവന് 1.5 മാസമായിട്ട് റേഡിയേഷൻ വേണ്ട, എല്ലാം ക്യൂറായി, കുഴപ്പമില്ല, ഇനി ഒന്നും പേടിക്കാനില്ല, ഇനി 5-6 മാസം കൂടി കഴിയുമ്പോഴേക്കും നന്നായിട്ട് ശരിയാവും എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട്. അത് ലിക്വിഡായിട്ട് തന്നെ കഴിക്കായിരുന്നു അമ്മ. എന്നാലും ഇപ്പോൾ ഇന്ന് ഞങ്ങളുടെ അമ്മയുടെ 25ാമത്തെ വർഷമാണ്, ശ്രാദ്ധമാണ്. അത് അവൻ എല്ലാ വർഷവും കോയമ്പത്തൂരിൽ നിന്ന് പേരൂർ പോയിട്ടാണ് അമ്മയ്ക്ക് എല്ലാം ചെയ്യാറ്. ഈ വർഷം പോകാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴേക്ക് ഇന്ന് രാവിലെ അവൻ പോയി എല്ലാം ചെയ്തിരിക്കുന്നു. അവനും അവൻ്റെ ഫാമിലി എല്ലാവരും, മകളും മരുമകനും ഭാര്യയും എല്ലാവരും കൂടി പോയിട്ട് എല്ലാം ചെയ്ത് മോക്ഷദീപം പൂജയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് നന്നായി വരുന്ന വഴിക്ക് ഒരു ബ്രാഹ്മിൺ ഹോട്ടലിൽ കയറി അവൻ ഇഡ്ഡലി കഴിക്കണം. ആദ്യമായിട്ട് കുറേ ദിവസമായി അവനൊന്നും കഴിക്കാൻ, ലിക്വിഡായിട്ട് എല്ലാം കഴിക്കാൻ. അന്ന് ആദ്യമായിട്ട് ഇഡ്ഡലി കഴിച്ച് വായിൽ ചവച്ച് കഴിച്ച് ഇരിക്കുന്നു. അത് കേട്ട് ഭയങ്കര സന്തോഷമായി. അമ്മയ്ക്ക് ഗുരുവായൂരപ്പന് എത്ര നന്ദി പറഞ്ഞാലും പോരാ, എത്ര നന്ദി പറഞ്ഞാലും പോരാ. ഗുരുവായൂരപ്പൻ എൻ്റെ അനിയനെ കാത്ത് രക്ഷിച്ചു. നാമം ജപിക്കണം, പുണ്യം എന്ന ഫലം എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല. അത്ര സന്തോഷമായിരുന്നു നമ്മുടെ ആ ദിവസം കൊണ്ട് അന്ന് തന്നെ അവന് കഴിക്കാനും പറ്റി. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായി. അത് ആദ്യമായിട്ട് അമ്മയ്ക്ക് പറയണം എനിക്ക് തോന്നി, അതാണ് അമ്മയ്ക്ക് പറഞ്ഞു കേട്ടോ. എനിക്ക് ഇത്രയും ആൾക്കാർക്ക് വിശ്വാസമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കണം ഇപ്പോഴും. ഇങ്ങനെ ഇതൊക്കെ ഒന്നൊന്നും നമ്മൾ അവരവരുടെ അനുഭവത്തിൽ കിട്ടുമ്പോഴാണ് അതിൻ്റെ എന്താ പറയുക, ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. എനിക്ക് എന്തായാലും കുറേ അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്, എന്നാലും ഇത് എന്തോ വല്ലാത്തൊരു അനുഭവമായിപ്പോയി. നല്ല ഇത്രയും ഭഗവാൻ കുറേ കൂടെ ഉണ്ടെന്ന് നല്ല മനസ്സിലാവുന്നുണ്ട് അമ്മേ. എന്ത് പറഞ്ഞാലും എൻ്റെ ഭഗവാൻ ഇപ്പം എൻ്റെ ഒപ്പം തന്നെ വിളി കേൾക്കുന്നുണ്ടെന്ന് നല്ല മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അമ്മയ്ക്ക് വേഗം ഷെയർ ചെയ്തത്. എനിക്ക് അമ്മയോട് പറയണമെന്ന് തോന്നി. അമ്മ ഒന്നൊന്ന് പറയണത് കേൾക്കുമ്പോഴും ശരിക്കും നമുക്കുള്ള ആൻസർ നമ്മുടെ ഇതിൽ കൂടി കിട്ടുന്നുണ്ട്. എന്നാലും ഇതെനിക്ക് വല്ലാത്ത എന്താ പറയാനേ കിട്ടുന്നില്ല. എനിക്ക് അത്രയ്ക്കുള്ള സന്തോഷം എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ആരും ഉണ്ടായില്ല വീട്ടിൽ. ഇങ്ങനെ എണിച്ച് നിന്ന് ഉറക്കെ കൂവി പറഞ്ഞു, ഹരേ കൃഷ്ണ, നന്ദിയുണ്ട് കൃഷ്ണ, നന്ദിയുണ്ട് കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് കുറേ കൂവി പറഞ്ഞു. കുറേ കരഞ്ഞിട്ടും ആരും ഉണ്ടായില്ല. അതുകൊണ്ട് ആരുമില്ലെങ്കിൽ എനിക്ക് ഇനി നല്ല സന്തോഷമാണ്. എന്നുവെച്ചാൽ എൻ്റെ ഗുരുവായൂരപ്പൻ്റെ കൂടെ ഇഷ്ടത്തിന് വർത്താനം പറയാമല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് വളരെ വളരെ നന്ദിയുണ്ട് കേട്ടോ. അമ്മയും പറഞ്ഞു തന്നതല്ലേ, നാമം ജപിച്ച് നോക്കാം. നാമം തന്നെ ജപിക്കണം. ഗുരുവായൂരപ്പൻ എന്നെ ഗതി. ഹരേ കൃഷ്ണ രാധേശ്യാം.